മോളുടെ മുഖത്ത് ലക്ഷ്മി ദേവി കളിയാടുന്നുണ്ട്. മോളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് നടക്കുവോ ഇല്ലോന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖമൊന്ന് കേറ്റി തന്നാ മതി. നോക്കടി. മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യ റായി ദക്ഷിണ വെച്ചാട്ടെ. നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ? ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നുപോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. എന്താടി ഇങ്ങനെ ഇരുന്ന് മോങ്ങാനായിട്ട്? നിന്റെ വല്ലൊരു ചത്തോ? നിങ്ങൾ എന്തിനാ എന്നോട് വെറുതെ ചാടി കയറുന്നേ? നമ്മുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയത് നാട്ടുകാരെ മുഴുവൻ അരച്ചു വെറുതെ നാണം കിടണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്കുക. ആലോചിക്കൊന്നുമില്ല. പ്രേമം മൂത്ത് അന്യ മതക്കാരൻ്റെ കൂടെ ഇറങ്ങി പോയവളെ അഴിയും ഞാൻ. കൊല്ല്. കുറെ വിഷം വാങ്ങി തന്നെ എല്ലാരെയും കൊല്ല്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. കുമാരേട്ടാ, ജാതി മതമൊക്കെ ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നമാക്കണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. എന്നാ നിന്റെ മോളെ വല്ല നസാണിക്കോ മാപ്പിളക്കോ കെട്ടിച്ചു കൊടുക്ക. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്തിനാ അവളെ തല്ലുന്നത്? കുമാരേട്ടാ, ഒന്ന് എണ്ണ കൊണ്ട് പോനെ. താഴത്തും തലയിൽ വെക്കാതെയാ ഞാൻ ഇവിടെ വളർത്തിയത്. അതൊന്നും ഓർമ്മയില്ലാണ്ട് കണ്ണീ കണ്ടവരുടെ കൂടെ ഓടിപ്പോയില്ലേ ഈ ഒരുപെട്ടവള്. കുട്ടികളാവുമ്പോ ചില ബുദ്ധിമോശമൊക്കെ കാണിക്കും. മുതിർന്നവർ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. എന്നാലല്ലേ അവർക്ക് തെറ്റുതിരുത്താൻ പറ്റൂ. അല്ലേ മോളെ? മോള് കരയണ്ട. മോളെ ആരും ഒന്നും ചെയ്യില്ല. കണ്ട ജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇവിടെ വീട്ടിൽ കയറ്റോ? ഞാനോ ഇല്ല, നശിച്ചവളാ ഇവിടെ. ഹേയ്, ഒന്നുമില്ല. അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പ് വെച്ചു, പിന്നെ ഒരു താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ മോള് പഴയ മോളായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കും. എവിടെ നിന്റെ വീട്? അത് കുറച്ച് ദൂരെയാ. എന്ന് വെച്ചാ ഈ ഭഗവതിപുരത്തെ വിശേഷങ്ങളൊന്നും അറിയാത്ത അത്രയും ദൂരെ അല്ലേ? മോനെ, ഈ ഭഗവതിപുരത്ത് ആരും പ്രേമിച്ച് കല്യാണം കഴിക്കാറില്ലടാ. പ്രത്യേകിച്ചും ജാതിയും മതവും നോക്കാതെയുള്ള കല്യാണം ഞങ്ങളൊട്ട് സമ്മതിക്കാറുമില്ല. നിനക്കറിയോ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു തരം വിവരക്കേടാടാ. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണിന്റെയോ ചെറുക്കന്റെയോ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അത് വലിയൊരു അപരാധമാ. അവരുടെ സന്തോഷം കെടുത്താതെ ജീവിക്കണം. അവരുടെ നമ്മളിലുള്ള പ്രതീക്ഷ മക്കളായ നമ്മൾ വേണ്ടേ നിറവേറ്റാൻ? പോ.
പോയി അച്ഛനോടും അമ്മയോടൊക്കെ ക്ഷമ ചോദിച്ച് അവരോടൊപ്പം സന്തോഷമായിട്ട് ഇല്ല, എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടെ കൊണ്ടേ പോകും. വേണ്ട, മിടുക്കനവൻ, സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചാവാനും മടിയില്ലാത്തവൻ. ഇവനെ കൊണ്ടുപോ. ഇവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിനക്ക് ഷോപ്പിട്ടേ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കണം ആസാനെ ആസാനെ
പോലെയാ പോരെ ഇങ്ങനെ കൊല്ല ഇനിയാൾ എന്ത് തെറ്റാ ചെയ്തത്? നീ അയച്ചോട്, ഇല്ല ഞാൻ പോലീസ് വിളിക്കും. ആശാനെ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ട്. അവരുടെ പണി ഒരു ഗുണ്ട ചെയ്യണ്ട. എടേ, ഇവൻ ആരാ നിനക്കറിയോ?